ആലുവയിൽ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര. പിൻവശത്തെ ഗ്ലാസ് ഇല്ലാതെ ബസ് ഓടിയത് 4 ദിവസം. മുപ്പത്തടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് അപകടയാത്ര നടത്തിയത്. നാട്ടുകാർ ബസ് തടഞ്ഞതിനെ തുടർന്ന് പിൻവശത്ത് ഗ്ലാസ് പുനഃസ്ഥാപിച്ച് വീണ്ടും സർവീസ് ആരംഭിച്ചു. അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, സ്കൂൾ ബസ്സാണ്, വലിയ സുരക്ഷാ വീഴ്ചയാണ്. എന്താണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്? വേണു, എന്തായാലും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. 40ഓളം വിദ്യാർത്ഥികളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുമൊക്കെ എത്തിക്കാനായി സർവീസ് നടത്തുന്ന മുപ്പത്തടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് പിൻവശത്ത് ചില്ലില്ലാതെ വിദ്യാർത്ഥികളുമായി യാത്ര നടത്തിയത്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 4 ദിവസമായി ഇങ്ങനെ സർവീസ് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് നാട്ടുകാർ ഈ ബസ് തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് കർശനമായി തന്നെ പറഞ്ഞത്. അതേ തുടർന്ന് ഈ ബസ് പിന്നീട് ഓടാൻ അനുവദിച്ചില്ല. വിദ്യാർത്ഥികളെ നാട്ടുകാർ തന്നെ അവരുടെ വാഹനങ്ങളിൽ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. എന്തായാലും സ്കൂളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ പ്രതികരിക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഇതിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ തന്നെ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി അടക്കം MVDക്ക് നൽകുമെന്നുള്ള ഒരു കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഒഴിവായത്. ഈ കുട്ടികൾ പുറകിലെ ചില്ല തകർന്നുപോയ സ്ഥലത്തൂടെ കൈയും തലയും ഒക്കെ പുറത്തേക്ക് ഇടുന്ന ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ പകർത്തിയിട്ടുണ്ട്. എന്തായാലും ആ ചില്ല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അടിയന്തരമായി മാറ്റുകയും ആ ബസ്സിൽ ഇന്ന് സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.